ഇവിടെ പട്ടി കുരച്ചുകൊണ്ട് പോവുകയാണ്. ഒരു പട്ടി കുരച്ചുകൊണ്ട് ഓടുന്ന ശബ്ദം കേൾക്കാം. നമ്മൾ കേൾക്കും പട്ടിയുടെ കിതപ്പ്, പക്ഷെ ഇവിടെ പട്ടിയില്ല. അപ്പോൾ ഇത്തരം ആരും കടക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു മനസ്സുണ്ട്. ഞാൻ പോകും. ഏത് പാതിരാത്രിയിൽ എൻ്റെ 5 ശിഷ്യന്മാരുണ്ട്. ഇപ്പം എൻ്റെ അനന്തപുരത്തിലെ ചെമ്പൻ, അവൻ ഉൾക്കാഴ്ചയുണ്ടെന്നാണ് പറയണേ. ഒരാളുടെ ശ്വാസത്തിൻ്റെ ഗന്ധം, നിന്റെ ശ്വാസത്തിൻ്റെ ഗന്ധം എനിക്കറിയാം. നിനക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ പറ്റാത്ത അഗാധമായിട്ടുള്ള ഒരുപാട് വിചിത്രമായ സംഭവങ്ങളുണ്ട്. നീ വേണമെങ്കിൽ കണ്ടോളൂ. എന്താണെന്ന് അറിഞ്ഞൂടെ? രാത്രിയാവുമ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ഒറ്റക്കാലിൽ നടക്കുന്ന കാണാം. ഒരു കാലേ ഉള്ളൂ. ഈ മരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നിറക്കുമ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ മരത്തിൽ നിന്നൊരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരും. എൻ്റെ മനസ്സിൽ അകാരണമായൊരു ഭയം ഉണ്ടാകുന്നു. തണുത്ത കാറ്റടിക്കുന്നു. അതുവരെ ഇല്ല, കാറ്റില്ലായിരുന്നു. ഒരു പ്രത്യേകതരം മണം കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഇതെല്ലാം നിന്റെ തോന്നലുകളാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ മരത്തിൽ ദ്വാരമിട്ട്. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സുനിൽ പരമേശ്വർജി, നമ്മുടെ സ്വന്തം കാന്തല്ലൂർ സ്വാമിയാണ്. ഏറെ ബഹുമാനത്തോടെ സ്വാമി നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരു വട്ടം സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മുടെ വീഡിയോകളിലൊക്കെ വരുന്ന കമൻറ്റുകൾ ചിലരെങ്കിലും പറയുന്നതാണ്, നമ്മൾ വെറുതെ അന്ധവിശ്വാസം പടച്ചുവിടുകയാണ് എന്നുള്ളതാണ്. ഇതിൽ എന്താണ് ഈ അന്ധവിശ്വാസവും വിശ്വാസവും? അവർ പറയുന്നത് ശരിയല്ലേ? അവർ പറയുന്നതാണ് ശരി. അന്ധത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരാളുടെ അമിതമായ വിശ്വാസം. ഇല്ല എന്ന് പറയുന്നത് അതിനേക്കാൾ 100 ഇരട്ടി വിശ്വാസം. ഇല്ല എന്ന് പറയുന്ന ഒരു അന്ധതയെ നമുക്ക് കണ്ണ് കാണാത്ത ഒരാളെ അവൻ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കാനേ പറ്റൂ, ഇല്ലേ? അവന് കാഴ്ചയില്ല. അപ്പോൾ പ്രകൃതി, മരം ഇങ്ങനെ, വാഹനത്തിൻ്റെ ശബ്ദം അവന് കേൾക്കാം, പക്ഷെ വാഹനം ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ അന്ധതയുള്ളവരാണ്, അവർക്ക് കാണാൻ പറ്റില്ല. അന്ധതയുള്ളവർ ഉൾക്കണ്ണ് കൊണ്ട് കാണും. ഇപ്പോൾ എൻ്റെ അനന്തപുരത്തിലെ ചെമ്പൻ, അവൻ ഉൾക്കാഴ്ചയുണ്ടെന്നാണ് പറയണേ. ഒരാളുടെ ശ്വാസത്തിൻ്റെ ഗന്ധം, നിൻ്റെ ശ്വാസത്തിൻ്റെ ഗന്ധം എനിക്കറിയാം. അങ്ങനെ ഷാർപ്പായിട്ടുള്ള മനുഷ്യരുണ്ട്. അന്ധമായിട്ട് എന്തിനാണോ ഒരാൾ വിശ്വസിക്കുകയും അന്ധമായിട്ട് ഒരാൾ ഒന്നിനെ വിശ്വസിക്കാതിരിക്കുകയും, ഇത് രണ്ടും അന്ധതയാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിലുണ്ടാകുന്ന, ഇപ്പം മിന്നാമിനുങ്ങൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പ്രകാശം വരുമ്പോഴാണ് നമ്മൾ പരസ്പരം കാണുന്നത്, അല്ലേ? രണ്ടുപേരും ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാൽ പ്രകാശമുള്ളപ്പോൾ നമ്മൾ കാണാം. അപ്പം അന്ധകാരമായ ജീവിതത്തിൽ മനുഷ്യൻ ഉറങ്ങിക്കിടക്കും. ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സ്വപ്നമെന്ന് പറയുന്നത്. അത് ആ നിദ്ര അവസാനിക്കുമ്പോൾ ഇല്ലാതാകും. എല്ലാം ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിനെ ഇല്ലാത്ത പറയുന്നതും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പരാമർശങ്ങൾ നടത്തുന്നവരെയൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ 1000 കുടത്തിൻ്റെ നാവ് മൂടിക്കെട്ടാം, ഒരു മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടാൻ പറ്റില്ല. അതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കാണാത്തവർ വേണ്ട. പിന്നെ അവൻ്റെ ഒരു മാനസിക സംതൃപ്തിയുണ്ട്. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഏറ്റവും മ്ലേച്ഛമായ പദങ്ങൾ എഴുതുമ്പം അദ്ദേഹം എഴുതുന്നവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്. നമുക്കത് കൊടുക്കാൻ പറ്റണില്ലേ? ഒരാൾക്ക് മാനസികമായ തൃപ്തി കൊടുക്കാൻ പറ്റുന്ന അവനെ ഞാൻ 2 തെറി പറഞ്ഞു. അവൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് എഴുതുന്നത്. കണ്ടിട്ട് അവനതാവാൻ പറ്റില്ല, അവനിത് പറയാനും പറ്റില്ല, അവനിങ്ങനെയുള്ള അനുഭവങ്ങളും ഇല്ല. ഇതില്ലാത്തവൻ്റെ ഇതിൻ്റെ അടിയിൽ വന്ന് പറയും. ഇപ്പോൾ എഴുതാൻ പറ്റാത്തവർ എന്നെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ദിവസം ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ തേങ്ങയും അത് ഉരുളൊക്കെ കാണിക്കും, ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് മായാജാലമില്ലേ? എനിക്ക് മായാജാലം വേണ്ട, റിയലായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ ഞാൻ 2 അനുഭവം അങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ വിളിച്ചിട്ടില്ല. അയാളുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്കിപ്പോൾ നമ്മളാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ എന്തിനാണ് നമ്മളിവിടെ വന്നിരുന്ന്, ഞാൻ ഈ ഓഫീസിലേക്ക് വന്ന് ഈ പ്രോഗ്രാം ചെയ്യണം. എനിക്കിഷ്ടമാണ് ഇവിടെ വരാൻ. എൻ്റെ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് എന്തോ 100 കണക്കിന് ആൾക്കാരില്ലേ എന്നെ വിളിക്കുന്നത്. ഇത് നമ്മളെ പറയുന്ന ഇങ്ങനൊരു ലോകമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് നമ്മളതിങ്ങനെ നേടാൻ പോവുകയാണോ? ഈ ലോകത്ത് നിനക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ പറ്റാത്ത അഗാധമായിട്ടുള്ള ഒരുപാട് വിചിത്രമായ സംഭവങ്ങളുണ്ട്. നീ വേണമെങ്കിൽ കണ്ടോളൂ. ഇതന്നെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. ഇതിനൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട് എന്നുള്ള പറയുന്നതാണ്. ഇല്ല എന്ന് പറയുന്നതെല്ലാം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഉള്ളതാണ്. ഉള്ളതിനെ മാത്രമേ ഇല്ലെന്നും ഇല്ലായിരുന്നു എന്നും പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഈ അന്ധത എന്ന് പറയുന്നത് ഇരുട്ടാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ വീഡിയോസും പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തൊന്നുമില്ല. നമ്മൾ റിയൽ ഫാക്റ്റാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ ഒരു 2-3 മാസത്തിന് മുമ്പാണ് എന്നെ വിളിച്ചു. അയാളൊരു വസ്തു വാങ്ങിച്ചു. ആ വസ്തു കേരളത്തിന് പുറത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ പണമുണ്ടായിരുന്നു, വിദേശത്ത് ആഫ്രിക്കയിലെങ്ങാണ്ടായിരുന്നു. ഇവിടെ വന്ന് കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലം മേടിച്ച് ഇവിടുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുപോയി കൃഷി തന്നെത്താൻ പാകപ്പെടുത്തി ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും പോർഷൻ ഒന്ന് സങ്കല്പിച്ചോളൂ. അപ്പോൾ അവിടെ അതിനകത്തൊരു പഴയ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങുകളെല്ലാം നിരത്തിയെങ്കിലും ഈ മുറി അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇദ്ദേഹം കാണുന്നില്ല. ഇദ്ദേഹത്തിനൊരു വിഷയമുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-20-25 ജോലിക്കാരെ അവിടെ കൊണ്ടുപോയി അവർക്ക് വാഹന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു, അവർക്ക് കിടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ അവർ ഫലപുഷ്ടമായ ഒരു വലിയ കൃഷിത്തോട്ടമാണ്. ആ തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ആണ് അവിടെ അങ്ങോട്ടങ്ങ് താമസമാക്കാമെന്ന് വിചാരിച്ചു. ഭാര്യ മക്കളെയൊക്കെ എന്നാൽ ഭാര്യ നാട്ടിലാണ്, അവർ നല്ലവണ്ണം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കൃഷിയോടുള്ള ഭ്രാന്ത്. ആഫ്രിക്കയിൽ ജോലി ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ഇന്ന ഭാഗത്ത് മൈസൂരിലോ ബാംഗ്ലൂരൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ സങ്കല്പിച്ചോളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ റിയൽ സ്ഥലം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി ഇതെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം ഒരു ജോലിക്കാരൻ പറഞ്ഞു, സാറേ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ചോദിച്ചു അതെന്താ, എന്താണെന്ന് അറിഞ്ഞൂടെ സാർ, രാത്രിയാവുമ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ഒറ്റക്കാലിൽ നടക്കുന്ന കാണണം, ഒരു കാലേ ഉള്ളൂ. പുള്ളി നിനക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഇല്ല സാറേ, ഇവിടെ പട്ടി കുരച്ചുകൊണ്ട് പോവുകയാണ്, ഒരു പട്ടി കുരച്ചുകൊണ്ട് ഓടുന്ന ശബ്ദം കേൾക്കാം. നമ്മൾ കേൾക്കും പട്ടിയുടെ കിതപ്പ്, പക്ഷെ ഇവിടെ പട്ടിയില്ല, ഇവിടെ എങ്ങും അങ്ങനെയുള്ള നായ്ക്കളും ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, പേടി വരുവാണ് സാർ, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി താമസിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അദ്ദേഹം കേരളത്തിലെ പ്രസിദ്ധമായൊരു ജ്യോതിഷനെ കണ്ട് സ്ഥലം നോക്കിപ്പിച്ചപ്പോൾ പറഞ്ഞു അവിടെ വേറെ ഒന്നും ചെയ്യണ്ട, അവിടെ ഒരു സുദർശന ഹോമം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം, ഈ 10-30 പേര് രാത്രി ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു 3:30 മണി കഴിഞ്ഞാൽ തണുത്ത കാറ്റും ഒരു പ്രത്യേക മണം, അതും എവിടെ നിന്ന് വരണമെന്ന് അറിഞ്ഞൂടാ. ഈ മണം അവർ പറയുന്ന ഒരുതരം ഇലയുടെ മണമാണ്. ഞാൻ കഥ ഈ സിനിമയുടെ കഥയല്ല ഇത്, ഈ റിയൽ സംഭവമാണ്. ഒരു 3 മണി കഴിഞ്ഞാൽ ഇരുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ താമസിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇവരെത്രയോ ദൂരം പോയി ഇവർ മദ്യപിക്കുന്നവരാണ് ജോലിക്കാർ, അപ്പോൾ മദ്യപിച്ച് കിടക്കണമെന്ന് തോന്നിയതാവുമോ എന്ന് ഇദ്ദേഹം സംശയിച്ചു. എന്നാൽ ഇവിടെ നിന്നൊരു വലിയ തിരുമേനി, ഞാൻ പേര് പറയുന്നില്ല, പോയി വലിയ ഹോമവനമൊക്കെ നടത്തി എല്ലാം റെഡിയാക്കി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി. പിറ്റേ ദിവസം വലിയ 100 ഇരട്ടിയാണ്, ഒരു പട്ടി കിതയ്ക്കുന്ന ശബ്ദവും, ഒറ്റക്കാലിൽ ഒരാൾ നടക്കുകയാണ്, ഒറ്റക്കാലേ ഉള്ളൂ, ചാടി നടക്കുന്ന പോലെയാണ്. ഇത് ഇവരെല്ലാം കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്നാൽ അവിശ്വാസിയല്ല, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളെ അയാൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സിനിമ എടുക്കാൻ പണം ചോദിക്കാനായിട്ട് അവിടെ ചെന്നു. അവിടെ എനിക്ക് ഇങ്ങനെ അടുത്ത് ബാംഗ്ലൂരിലോ മൈസൂരിലോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വരാൻ ഇയാളെ കാണാൻ പോയി. അപ്പോൾ പണം ഫണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ പൈസ എല്ലാം കൃഷി സ്ഥലത്ത് ഇറക്കി, എനിക്ക് സിനിമ താല്പര്യമില്ല എന്ന് പറഞ്ഞു. സിനിമ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ആരുണ്ടെന്ന് ഇതിനെക്കുറിച്ചൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ആരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹം ഇങ്ങനെ അനന്തഭദ്രം എഴുതിയ സുനിൽ പരമേശ്വരനുണ്ട്, ഈ പ്രേത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും. അപ്പം പറഞ്ഞ് ഈ ജോ ജോമസ് സാറ് അദ്ദേഹത്തിനോട് സംസാരിച്ചു, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അതല്ല, എനിക്കത് പോരാ, എനിക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്, എത്ര പൈസ ആയാലും പ്രശ്നമില്ല. പുള്ളി പറഞ്ഞ് പുള്ളിയെടുത്ത് പോയി പൈസയൊന്നും പറയണ്ട, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പുള്ളി വന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഈ ആൾ എന്നെ വിളിച്ചു, എൻ്റെ ചേട്ടാ, ഞാൻ ചേട്ടാന്ന് വിളിക്കണോ സ്വാമി എന്ന് വിളിക്കണോ? ഞാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല, കുറേ കാലത്തിന് ശേഷം വിളിക്കണം ചേട്ടാ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അയാൾ ഇതൊന്ന് ശരിയാക്കി കൊടുത്താൽ എനിക്ക് പടത്തിന് കുറച്ച് ഫിനാൻസ് ചെയ്യും, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഞാൻ എവിടെയാണ്, ഞാൻ ഇന്ന സ്ഥലം, അയ്യോ ഞാൻ വരില്ല, എനിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല, 10-62 വയസ്സ് പ്രായമായി, ഇനി ഞാൻ ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ടീച്ചറെ പറഞ്ഞു ഞാൻ പ്രേത സ്ഥലത്തൊന്നും വരില്ല. അത് പറയാൻ കാരണമുണ്ട്, ടീച്ചറത് പറയാനുള്ളൊരു കാരണമുണ്ട്, ഞാനിത് കഴിഞ്ഞ് ഈ സംഭവം തീർന്നിട്ട് പറയാം വരാത്തതിന് കാരണം. അപ്പോൾ പിന്നെ ഞാൻ ഇയാൾ വീണ്ടും നിർബന്ധിച്ച് ഇന്നോ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്, അദ്ദേഹം നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വെമ്പായത്ത് വീട് വെച്ചിട്ടില്ല, പട്ടത്ത് ടീച്ചറിൻ്റെ വീട്ടിലാണ്.
അവിടെ ചേട്ടാ എങ്ങനെ വിളിച്ചു, ചേട്ടാ ആ സ്ഥലത്ത് ചേട്ടൻ പോകേണ്ടതാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ വീടിൻ്റെ ബന്ധമല്ലാത്തൊരു സ്ഥലത്ത് ഈ വീട് ഇദ്ദേഹം കെട്ടി സെറ്റപ്പ് ചെയ്തൊരു സ്ഥലമുണ്ട്, ഇതല്ലാതെ ഒരു ഭീകരമായൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പുറകിലൊരു മരം നിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എങ്ങനത്തെ മരം? അപ്പോൾ പുള്ളി ലക്ഷ്യം എന്തോ അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്ന്. അപ്പോൾ ഇത്തരം ആരും കടക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു മനസ്സുണ്ട്. ഞാൻ പോവും. ഏത് പാതിരാത്രിയിലും എൻ്റെ 5 ശിഷ്യന്മാരുണ്ട്, പിന്നെ അവർ ഞാനും കൂടെ ഉണ്ടെങ്കിലേ വരുള്ളൂ. അങ്ങനെയുണ്ട്. സ്വാമി പോവില്ലേ, പിന്നെ ഞങ്ങളും വരാം. അങ്ങനെ ഒരു ഊർജ്ജമുള്ളവരാണ്, മിടുക്കന്മാരാണ്. ഒരാൾ മൈസൂരിലെ തന്ത്രിയാണ്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാനവിടെ ചെന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സബ്ജക്റ്റാണ് ഇപ്പോൾ സിനിമയാക്കാൻ പോകുന്നത്. തമിഴിലിപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് അതിലെ ഒരു കണ്ടൻറ്റാണ്. നമ്മൾ ഏത് സ്ഥലങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കും. നമ്മൾ ഏത് സ്ഥലം ചുമ്മാ ഈ സ്ഥലം മേടിച്ചോളൂ, വീട് വെച്ച് എന്നെ വിളിക്കുന്ന പലരും വീട് മേടിച്ച് നശിച്ചു പോയവരാണ്. ഇവിടെ വാസ്തു മാത്രം നോക്കും, ഭൂമിയുടെ ചരിവ് കടപ്പങ്ങനെ മറ്റേതെങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഭൂമിയുടെ അടിത്തട്ടിലോട്ട് ഇറങ്ങിച്ചെല്ലണം. ആ അടിത്തട്ടിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഉറഞ്ഞു പോയ ഒരു മനുഷ്യൻ്റെ ചോരയോ കണ്ണീരോ ഉണ്ടെങ്കിൽ അവൻ്റെ സർവ്വവും നശിച്ചു പോകുന്നതാണ്. അത് ഇവിടുത്തെ ഇന്നത്തെ തന്ത്രശാസ്ത്ര ആഴത്തിൽ പഠിച്ച ഒരാളും ഇത് മനസ്സിലാക്കാതെയാണ് ഈ ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വാസ്തു എന്ന് പറയുന്ന ആൾക്കാർ പുസ്തകങ്ങൾ കാണാതെ പഠിച്ചുണ്ടാക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി തന്നെ തെറ്റാണ്. അറിഞ്ഞു തുടങ്ങി പറയണ്ട. ഇപ്പം നമ്മൾ ജ്ഞാനിയൊന്നുമല്ല, എനിക്ക് ജ്യോതിഷം അറിയത്തില്ല, വാസ്തു അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ ഭൂമിയിലോട്ട് കയറിയാൽ എൻ്റെ കണ്ണേക്ഷി പറഞ്ഞു തരണ കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ അവിടെ ചെന്നു. അവിടെ കയറുമ്പോൾ തന്നെ ഒരു 11 മണി സമയത്താണ്. അപ്പോൾ എനിക്ക് വേറൊരാളുണ്ട് ഒരു സ്ഥലത്ത്. ഞാൻ അവിടെയും കയറിയിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് ഒരു വഴി തിരിയുമ്പോൾ ഈ സ്ഥലത്തേക്ക് തിരിയുന്ന സ്ഥലം മുതൽ നമുക്ക് മനസ്സിലായി നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ മുറി ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ വരില്ല സ്വാമിയുടെ കൂടെ, പേടിയാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വന്നില്ലെങ്കിൽ വരണ്ട, കാരണം വേറൊരു വിഷയമുണ്ട്, ഒരു ആറന്മുള വെച്ചൊരു വിഷയമുണ്ടായി, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. രോഹിതേ മോനെ, നമ്മൾ അനുഭവിച്ച എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു അനുഭവമാണത്. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു പട്ടി നമ്മളെ നേരെ കുരച്ച് വരികയാണെന്ന്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും, പട്ടി കൊണ്ടുകൊണ്ടൊന്നും ഒരു പട്ടിയില്ല. പക്ഷേ ഏതോ ഒരു നായ് അതിനകത്ത് നമ്മൾ അപരിചിതരായ ആൾ പ്രവേശിക്കുമ്പം അവൻ ആഴത്തി കുരയ്ക്കുകയാണ്. ആളില്ല, ഇല്ല, ആള് കേൾക്കാൻ പറ്റും. കേൾക്കാനല്ല, നമ്മൾ കാണും. എന്തോ ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇത്തരം പ്രേത വിഷയങ്ങളില്ലാത്തുള്ളത്. ഇപ്പം ഒന്ന് അടിശാസ്ത്രം വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഒരു ചൈതന്യത്തെ മറ്റു ചൈതന്യത്തിനെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ചുമ്മാ ആളല്ല പറഞ്ഞത്. മധുസൂദനപ്പണിക്കർ തന്ത്രശാസ്ത്രത്തിൽ മാത്രമല്ല താളിവലക്കെട്ടിൽ വളരെ ഗഹനമായിട്ടുള്ള ആളാണ്. എൻ്റെ ചിന്ത അദ്ദേഹം വായിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഉടമസ്ഥൻ എന്നെ വിളിച്ചു, സ്വാമി വരണം എന്ന് പറഞ്ഞ്. പിന്നെ ഞാനപ്പോൾ ആ മുറിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ മുറിക്കകത്ത് നമ്മൾ കയറുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണിയിൽ കാണാം ഒരാൾ പുറകിരിക്കുന്നത്, നമ്മുടെ പുറകിൽ ഒരാളിരിക്കുന്ന ആളിൻ്റെ കൃഷ്ണമണി. അപ്പം ഞാൻ കണ്ണിലുള്ള കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഞാൻ ഇല്ല, ഒരു കുഴപ്പമില്ല. എന്താ സ്വാമി? ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണമണിയിലാണ്. എന്തോ നമ്മളെ ഇതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരാൾ വീട് വിൽക്കാതെ ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണുമായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണമണിയിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്ഥലം ഒന്ന് നടന്ന് കാണണം. പിന്നെന്താ എഴുന്നേറ്റ്. അപ്പോൾ ഈ മറ്റേ സിനിമ പ്രൊഡക്ഷനായുള്ള ആൾ വരാമെന്ന് പറഞ്ഞ് വന്നില്ല. ആ പുള്ളിക്ക് വേറെ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ നമ്മൾ വാക്ക് പറഞ്ഞു, എത്താമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവനുണ്ടെങ്കിൽ ചെല്ലും, അല്ലെങ്കിൽ നമ്മൾ ഭീരുവാണെന്ന് വിചാരിക്കും. കാന്തല്ലൂർ ഇതുപോലെ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പ്രേതം കയറിയിട്ടൊരു വിഷയം ഉണ്ടായി. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരാൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വീട് തീ പിടിപ്പിച്ചിരിക്കും മറ്റത് മാറ്റുമ്പോൾ. നമ്മളെനിക്കട്ടെ നമ്മൾ കാട് കയറി പോകും ഞാൻ സംസാരിക്കുമ്പോൾ. എന്തായാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ വരാൻ പറഞ്ഞു എൻ്റെ കൂടെ. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ഞാൻ ഹിമാലയത്തിലെ കുത്തി നടന്നൊരു വടിയാണ്. ഇതും കൊണ്ട് നമ്മൾ പുറകിലോട്ട് പോകും തോറും എനിക്ക് ഭയം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ഭയം ഉണ്ടാകുന്നു. എൻ്റെ മനസ്സിൽ അകാരണമായൊരു ഭയം ഉണ്ടാകുന്നു. തണുത്ത കാറ്റടിക്കുന്നു. അതുവരെ ഇല്ല, കാറ്റില്ലായിരുന്നു. ഒരു പ്രത്യേകതരം മണം കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഇതെല്ലാം ഇതിൻ്റെ തോന്നലുകളാണ്. എൻ്റെ മനസ്സിനുള്ളിലൊരു ഭയം വീഴും. അങ്ങോട്ട് മുമ്പിലോട്ട് നടക്കാനൊരു ഭയം എനിക്കുണ്ടായി. ഞാൻ ഒരു നിമിഷം നിന്നു, ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ, എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയം. പിന്നെ പട്ടിയുടെ ഒന്നും കേട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ചോദിച്ചു, എന്താ സ്വാമി?
ഞാൻ പറഞ്ഞു ഇതോ ആ കെട്ടിടം അതെന്താണ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടവുമായിട്ട് ബന്ധമുണ്ട് അതിന്, പക്ഷെ പഴയ പണ്ടുകാലത്തെ നമ്മുടെ ഒരു വാസ്തുശില്പമല്ല അത്, ഒരു ക്ഷേത്രമൊന്നുമല്ല അത്, പക്ഷേ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടിട്ടുള്ള പോലെയുള്ള ഒരു സ്ഥലമാണ്. ഈ മരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നിറക്കുമ്പം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ മരത്തിൽ നിന്നൊരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരും. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ടൊരു കാഴ്ച. ഈ നിർമ്മിതിയുടെ അടുത്താണ് ഈ മരം ഉള്ളത്. ഇതിൻ്റെ കുറച്ച് ദൂരമുണ്ട്. ദൂരം എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ 2 പേർക്ക് ഒരുമിച്ച് കൈപിടിച്ച് പാസ് ചെയ്യാം. ഞാനതാണ് എൻ്റെ പുതിയ സബ്ജക്റ്റ് അതാണ്. ഈ തമിഴിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സബ്ജക്റ്റിൻ്റെ ഒരു കണ്ടൻറ്റ് അതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ മരത്തിൽ ദ്വാരമിട്ടിട്ട് ഒരു പൂട്ട് കൊണ്ട് പൂട്ടിയേക്ക്. ആ മരത്തിലെ നടുക്കൂടെ ഈ ചങ്ങല കയറ്റിയിട്ട് ഒരു പൂട്ട്, ആ പൂട്ട് നമ്മൾ കാണണം. ഒരു സാധാരണ ഒരാൾ ആ പൂട്ട് ഉണ്ടാക്കാൻ തന്നെ 1 വർഷം എടുത്ത് കാണും. ആ പൂട്ടിനകത്ത് ബന്ധനമുണ്ട്. ബന്ധനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് അതിനെ ആ ക്രോസ്, ആരും തുറക്കാതിരിക്കാനോ പൊട്ടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ക്രോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്.